നമ്മുടെ പുതിയ കാർട്ടൂൺ മീഡിയയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹപൂർവ്വമായ സ്വാഗതം. മഴക്കാറ് വാനിലേറുമ്പോൾ മയിലാടുന്നു കൗതുകാൽ എന്നൊരു കവിതാശകലമുണ്ട്. അതുപോലെ മഴ അങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേക്കും LDF നേതാക്കളൊക്കെ എല്ലാം ഏതാണ്ട് ചാകര കിട്ടിയ മാതിരിയാണ്. അവരങ്ങ് ഉറഞ്ഞു തുള്ളുകയാണ്. ഇതാണ് ഒരു സുവർണാവസരം എന്നുള്ള മട്ടിലാണ് അവരുടെ പ്രകടനങ്ങളും പ്രവൃത്തികളും. ഇവർ ഭരിച്ചുകൊണ്ടിരുന്നപ്പം ഈ മഴ വന്നപ്പോൾ ഇവർ ഏതാണ്ട് മലമറിച്ചിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഇവർ പറയുന്നത്. സത്യത്തിൽ ഈ കഴിഞ്ഞ 18ലെയും 19ലെയും ഒക്കെ പ്രളയശേഷം ഇവർ ഈ പ്രളയം പഠിക്കാനായിട്ടൊക്കെ സ്വിറ്റ്സർലൻഡ് വരെ പോയെങ്കിലും ഒരു പഠനം ഇവിടെ നടപ്പാക്കിയിട്ടില്ല. ഒരു പദ്ധതി ഇതിനു വേണ്ടിയിട്ട് നടപ്പാക്കില്ല. പ്രളയത്തെ തടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രഹരശേഷി കുറയ്ക്കാനോ ഉള്ള യാതൊരു നടപടിയും ഇവരുടെ ഭരണകാലത്ത് നടപ്പാക്കിയിട്ടില്ല. അതാണ് പിന്നെ ഇത്രയും ശക്തമായ രീതിയിൽ പ്രളയം പിന്നെയും നമ്മളെ ബാധിച്ചിരിക്കുന്നത്. അതൊക്കെ മറന്നിട്ട് ഏതാണ്ട് ഈ 3 മാസത്തിന് മുമ്പ് വന്ന സർക്കാരാണ് എല്ലാത്തിനും കാരണം, അവരുടെ പിടിപ്പുകേടാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നേതാക്കന്മാരും അണികളും എല്ലാം ഇങ്ങനെ ഉറഞ്ഞു തുള്ളുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം പത്രത്തിലും അതിനെപ്പറ്റി വന്നിരുന്നു. അതായത് ഒരു ഈ വെള്ളപ്പൊക്കത്തെ നേരിടാനായിട്ട് യാതൊരു പ്രവർത്തനങ്ങളും ഇവർ നടത്തിയിട്ടില്ല എന്നുള്ളതിൻ്റെ വിശദമായ വിവരങ്ങൾ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഈ മുതലക്കണ്ണീരാണ് ഇന്നത്തെ കാർട്ടൂണിൻ്റെ ഇതിവൃത്തം. ഇവർക്ക് മുതലക്കണ്ണീർ ഒഴുക്കാനേ കഴിയത്തുള്ളൂ. ഇവർ ഈ പ്രളയം വന്നപ്പോഴത്തേക്കും ഫണ്ട് പിരിക്കാനും അത് പിരിച്ച ഫണ്ട് മുക്കാനും ഒക്കെ ആയിരുന്നു ഇവരുടെ താല്പര്യം. ദുരിതാശ്വാസ ക്യാമ്പിൽ വന്ന ഈ നാട്ടുകാർ സംഭാവന ചെയ്ത സാധനങ്ങൾ അവർ അടിച്ചു മാറ്റിയ ടീമുകളാണ്. അവരിങ്ങനെ പൂവും പൂക്കലും ഇല്ലാതെ തുള്ളുകയാണിപ്പോൾ. അപ്പം നമുക്ക് ഈ മുതലക്കണ്ണീരിൻ്റെ കാർട്ടൂണിനകത്തേക്ക് കടക്കാം. ഇന്നലത്തെ മനോരമയിൽ വന്ന വാർത്തയാണിത്. അതായത് ഒന്നും പഠിച്ചില്ല. 2 പ്രളയം വന്നിട്ടും അതിന് പഠിക്കാനായിട്ട് കോടികൾ മുടക്കി സ്വിറ്റ്സർലൻഡിലും ഡെൻമാർക്കിലും ഒക്കെ പോയിട്ടും യാതൊരു ഇതിനെ പ്രതിരോധിക്കുന്ന യാതൊരു നടപടിയും ഇവിടെ കൈക്കൊണ്ടിട്ടില്ല. അതാണ് ഈ പ്രളയത്തിന് കാരണമെന്ന് ഇന്നലത്തെ മനോരമയിൽ വ്യക്തമായ കണക്ക് സഹിതം പറയുന്നുണ്ട്. മനോരമ പിന്നെ കുത്തക ഭൂഷ മുത്തശ്ശി പത്രമൊക്കെയാണ്. അവർ പറയുന്നത് സത്യമാണോന്ന് അറിയത്തില്ല. ഇവർ ദേശാമാന്യം വരുന്നത് മാത്രമല്ലേ ഉള്ളൂ സത്യം. ആ പത്രത്തിലെ വാർത്തകളിൽ കൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. മുൻ വർഷങ്ങളിലെ പ്രളയത്തിൽ നിന്ന് കേരളം ഒന്നും പഠിച്ചില്ല. ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒരു മുന്നൊരുക്കവും നടത്തിയില്ല. സംസ്ഥാനം ഇന്ന് നൽകുന്നത് ആ ഗുരുതര വീഴ്ചയുടെ വലിയ വില. 2018-2019 വർഷങ്ങളിലെ വൻ പ്രളയത്തിൻ്റെ കാരണങ്ങൾ വെള്ളം ക്രമാതീതമായി കയറിയ സ്ഥലങ്ങൾ, പെയ്ത മഴയുടെ തോത്, വെള്ളം ഒഴുകാനുള്ള സംവിധാനങ്ങൾ, നദികളിലെ അടിഞ്ഞ മണ്ണിൻ്റെ അളവ് എന്നിവയെക്കുറിച്ച് എന്ത് കണക്കാണ് സംസ്ഥാന സർക്കാരിൻ്റെ പക്കലുള്ളത് എന്ന ചോദ്യം ബാക്കി. 2018-19 പ്രളയത്തിന് ശേഷം എന്തെങ്കിലും തയ്യാറെടുപ്പോ മുൻകരുതലോ സ്വീകരിച്ചില്ല. കൃത്യമായ കണക്കുകൾ കൈവശമില്ലാത്തത് രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. മുൻ അനുഭവങ്ങൾ അടിസ്ഥാനമാക്കി ശാസ്ത്രീയ പഠനങ്ങളും കണക്കുകളും ദുരന്ത നിവാരണത്തിന് അനിവാര്യമാണെന്നിരിക്കെ അതിനായി എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്നും പരിസ്ഥിതി വിദഗ്ധർ ചോദിക്കുന്നു. കണക്കുകളും പഠന റിപ്പോർട്ടുകളും പ്രാദേശിക തലത്തിലേക്ക് കൈമാറി തയ്യാറെടുപ്പുകൾ നടത്തേണ്ടിയിരുന്നു. അത് ചെയ്തില്ലെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മുൻപ് പ്രളയമുണ്ടായ അതേ സ്ഥലങ്ങൾ വീണ്ടും മുങ്ങിയതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇതാണ് ഇന്നലത്തെ മനോരമയിൽ വന്ന വാർത്ത. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ തവണത്തെയൊക്കെ പ്രളയം ഉണ്ടായിട്ട് അന്ന് ഉണ്ടായിരുന്ന സർക്കാർ ഒരു ചെറുവിരലും അനക്കിയില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്. ഇവരുടെ ഭരണകാലത്തു നിന്ന് ഉണ്ടായ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് PR വർക്കില്ല. LDFൻ്റെ കാലത്ത് അതല്ല, PR വർക്കായിരുന്നു ഏറ്റവും മുന്തി നിന്നത്. പ്രളയ ദുരിതാശ്വാസത്തിനേക്കാളും കൂടുതൽ അതിൻ്റെ PR വർക്കായിരുന്നു. നാട്ടുകാർ കൊടുത്ത പൈസ മുഴുവൻ മേടിച്ച് വെച്ച് ആ പൈസയ്ക്ക് PR വർക്കും ചെയ്ത് ഇങ്ങനെ ഞാനേ ഉള്ളൂ ലോകത്തെന്നുള്ള മട്ടിലിങ്ങനെ നടന്നു, ഞാനല്ലാതെ വേറെ ആരെന്നുള്ള മട്ടിൽ നടക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ PR വർക്കില്ല. യഥാർത്ഥത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ മാത്രമേ ഉള്ളൂ. അതിനാണ് ഈ കിടന്ന് ബഹളം വയ്ക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ മുതലക്കണ്ണീർ കണ്ടിട്ട് സാക്ഷാൽ മുതല പോലും നാണിച്ച് നിൽക്കുവാണ്. അത്രയ്ക്ക് മുതലക്കണ്ണീരാണ് ഒഴുകുന്നത്. ഈ മുതലക്കണ്ണീർ മുതല തന്നെ പറയുന്നത്
കൂടുതൽ എൻ്റെ മതിലക്കണ്ണീർ ഒഴുക്കണ്ട, അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രളയം ഇതിലും അടുപ്പമാകുമെന്നാണ് മുതല തന്നെ പറയുന്നത്. അത്രയ്ക്ക് കണ്ണീരല്ലേ ഇവർ വീഴ്ത്തുന്നത്. ഇതിനകത്ത് വല്ല ആത്മാർത്ഥമുള്ള കണ്ണീരാണോ ഇത്? ഇതിനകത്ത് ആത്മാർത്ഥത ഇല്ലെന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്നപ്പോഴത്തേക്കും അവിടെ സഹായം കൊടുക്കാൻ വന്ന ആളുകളെ വരെ അവിടെ നിന്ന് പോലീസിനെ ഉപയോഗിച്ച് ആട്ടി അകറ്റി. ഞങ്ങൾ മാത്രം സഹായം കൊടുത്താൽ മതി, ഞങ്ങളുടെ ഫുഡ് മാത്രം കഴിച്ചാൽ മതി, ഞങ്ങൾ മാത്രം മതി. അത് കണക്ക് തന്നെ അവർക്ക് വീടുകളൊക്കെ പണിത് കൊടുക്കാമെന്നും പറഞ്ഞ് വന്ന ഈ സന്നദ്ധ സംഘടനകളെല്ലാം മാറ്റിയല്ലോ. എല്ലാവരും പൈസ ഞങ്ങൾക്ക് തന്നാൽ മതി, ഞങ്ങൾ പണിത് കൊടുത്തലാന്നും പറഞ്ഞ് ഇവരും ഒരാളെങ്കിലും കൂടെ ഒക്കെ ചേർന്ന് നടത്തിയ ഓപ്പറേഷൻസ് ആയിരുന്നു മൊത്തം. എന്നിട്ട് അവിടെ ഇപ്പോഴും ആ ദുരിതബാധിതർക്ക് അവിടെ വീട്ടിൽ കയറി താമസിക്കാൻ പറ്റിയിട്ടില്ല ഇവരുടെ വീടുകളിൽ. അതാണ് ഇവരുടെ ദുരിതാശ്വാസ പ്രവർത്തനം. പ്രളയം പഠിക്കാൻ നെതർലാൻഡ്സിൽ പോയിട്ട് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അതിജീവിക്കാനുള്ള ഡച്ച് മാതൃക നേരിട്ട് വിലയിരുത്താനും കൂടുതൽ മനസ്സിലാക്കാനും ഈ സന്ദർശനം ഉപകരിച്ചു. അതൊരു വലിയ നേട്ടം തന്നെയായി. റൂം ഫോർ ദ റിവർ, ആ പദ്ധതി അങ്ങേയറ്റം മാതൃകാപരമായ ഒന്നാണ്. അതിലവർ ചെയ്തിരിക്കുന്നത് തീരവാസികളുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് തന്നെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്ന പദ്ധതിയാണ്. സജ്ജമാക്കി എന്നതും പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ സഹായം ലഭ്യമാക്കാൻ ഉപകരിക്കുമെന്നാണ് അവിടെ ഉണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്.